കൈയെടുത്ത് തക്കിളി ഞാനിത് തയ്ക്കട്ടെ. കുത്തിയൊന്നുമില്ല, ഒരുപാട് അഭിനയിക്കണ്ട. അല്ല തക്കിളി മോനെ നിന്നോട് ഇത്ര നേരം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? നടക്കൂലെന്ന്. ടീച്ചർ അങ്ങനെ പലതും പറയും. ഇവിടെ കാശില്ലാന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? കാശുള്ള വീട്ടിലെ പിള്ളേർ അങ്ങനെ പലതും കളിക്കുകയും ചെയ്യും, ഓടാനും പോകണം ചാടാനൊക്കെ പോകും. നിന്റെ മോള് അതിന് പോകണ്ട. കാശൊന്നും വേണ്ട. നിനക്ക് ഇപ്പൊ ഈ ചെണ്ടപ്പുറത്ത് കോലിടണമെന്നൊക്കെ പോണെന്ന് എന്താ അത്ര നിർബന്ധം? ടീച്ചറാന്ന് പറഞ്ഞു ഞാൻ നല്ല ഡാൻസ് കളിക്കും, അപ്പൊ ചേർന്നേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഡാൻസ് കളിക്കുന്നത്. അതിന്റെ നടക്കൂല. അങ്ങനെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ ഡാഡിനോട് പോയി പറ. അമ്മ സമ്മതിച്ചാലേ ഡാഡി സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ ഡാഡി സമ്മതിക്കും. ഡാഡിക്ക് സമ്മതം. പൊയ്ക്കോന്ന് പറയണേന് എന്താ കുഴപ്പം? കാശ് ഞാൻ ഉണ്ടാക്കണ്ട. എത്ര രൂപ ചെലവ് പരിപാടി? 1000. ഡ്രസ്സിന് തന്നെ ആവുമല്ലോ 1000. പിന്നെ അതിന്റെ ഡാൻസ്, മേക്കപ്പ്, പാട്ട്, ഇതിനൊന്നും പൈസ കൊടുക്കണ്ട അല്ലേ? കാശുള്ള വീട്ടിലെ പിള്ളേർ അങ്ങനെ പലതിനും പോകും. എന്റെ മോന്റെ അപ്പനും അമ്മയ്ക്കും അതിനുള്ള കഴിവില്ല. മക്കൾ ഇവിടെ അനങ്ങാതെ ഇരുന്നോ. അമ്മ പ്രൈസ് കിട്ടും കളിച്ച അത് അമ്മയ്ക്ക് അഭിമാനമല്ലേ? എനിക്ക് അത്ര അഭിമാനം കുറച്ച് മതി. നിന്റെ അപ്പനായിട്ട് എനിക്ക് നല്ല അഭിമാനം തന്നെ ഉണ്ട്. വിടുന്ന കൈയെടുക്കടി. എനിക്ക് ചിരിവനില്ലാട, നീ കൈയിട്ടടി. അമ്മ പറയട്ടെ. മോനൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഡാൻസിനൊക്കെ പോയി ഇപ്പൊ അമ്മയുടെ മോള് നല്ല തുന്നികയായിട്ടിരിക്കല്ലേ. അങ്ങനെ പെണ്ണല്ലേ. നോക്ക്, ഡാൻസിന് പോകുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പോയി പ്രാക്ടീസ് ചെയ്യണം. കാല് വേദന എടുക്കും, കൈ വേദന എടുക്കും. പിന്നെ ആ ടീച്ചർ വല്ല ദേഷ്യക്കാരിയാണെങ്കിൽ വഴക്ക് പറയും. പിന്നെ അമ്മയുടെ കുഞ്ഞു അങ്ങനെയൊക്കെ പോകണേ. ഇപ്പൊ മത്സരത്തിന് പോകണം, അത്രയല്ലേ ഉള്ളൂ. കലോത്സവത്തിൽ പങ്കെടുക്കണം, അതല്ലേ ഉള്ളൂ. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഡാൻസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും 2 ഐറ്റം പോരെ? സമ്മതിക്കോ? നമുക്ക് ഒരു കവിതയും ലളിതഗാനം അങ്ങോട്ട് പഠിച്ചാലോ? ഞാൻ പറയണത് നീ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. കവിതയും ലളിതഗാനം ആണെങ്കിൽ എല്ലാം ഓക്കെയാ. കവിത താല്പര്യമുണ്ടോ? എന്നങ്ങോട്ട് വാ. കവിത അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 12 മക്കളെ പെറ്റൊരമ്മേ. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. എന്തോന്ന് തക്കളി, കവിതയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആകുമോ? എന്നാ വേറെ പിടിച്ചോ, പുതിയത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം ഇതെല്ലാരും കുട്ടികളും പാടണമ്മ. ഇതൊന്നും കിട്ടിയാ ഇതൊന്നും പാടിയാ ഒന്നും കിട്ടൂല. അന്നാ പിന്നെ വേറെ വഴിയുണ്ട്. കുഞ്ഞ്, നിന്റെ ഡാഡിയുടെ ഫോണിൽ എന്തോരം പാട്ടും കവിതയും ഉണ്ടെന്നാ നിന്റെ വിചാരം? ഇഷ്ടമുള്ളത് എടുത്ത് ഡാഡി പഠിപ്പിച്ചു തരില്ലേ? എനിക്കത് വേണ്ട, എനിക്ക് ഡാൻസ് മതി. നല്ലേ പോ. നീ പറഞ്ഞാ മനസ്സിലാവൂല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണേ? പോയി പറ. മാമ സമ്മതിക്കുമെങ്കിൽ നീ നടത്തിക്കോ. പറഞ്ഞ പിള്ളേരായ പറഞ്ഞ അനുസരണം വേണം. കിട്ടി. അല്ല, നീ എന്താ ചെയ്യണത്? നരച്ചുമുടി മാത്രല്ലേ പറിക്കണത്? ഇത് മുഴുവൻ നരയല്ലേ, പിന്നെ പുറക്കുണ്ട് അങ്ങോട്ട്. എന്റെ അമ്മ. ഏട്ടാ, ഇങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ മുട്ട അടിക്കേണ്ടി വരും ഏട്ടാ. അതെന്തായാലും അടിക്കേണ്ടി വരും. അതോ നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഞാൻ എന്തായാലും മുണ്ടനം ചെയ്യേണ്ടി വരും. വയസ്സായി ഏട്ടന്. വന്നല്ലോ ഏട്ടാ. ഇനി നമുക്ക് ഇവളെയും കൊണ്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോണം. പിന്നെന്താ, ഇവളെ പേരും പറഞ്ഞു നിനക്ക് ഒരു കറങ്ങല് വേണം, അത്രല്ലേ ഉള്ളൂ. പിന്നെ എന്റെ സ്കൂളില് മറ്റേ കലോത്സവം അറിയാം. എന്തെന്ന്? നേരെ പറഞ്ഞേ, നേരെ പറ. കലോത്സവം. ഉത്സവം. എന്തോന്ന്? യൂത്ത് ഫെസ്റ്റിവൽ. മനസ്സിലായി. എന്നിട്ട് നീ എന്തിനൊക്കെ ചേർന്നു? എന്നെ ഒന്നിനും ചേരണ്ട. അയ്യോ, അങ്ങനെ പറ്റില്ല. നീ എല്ലാത്തിനും അങ്ങോട്ട് പേര് കൊടുത്തേക്കണം. പൈസ ചെലവല്ല, ഒന്നിനും ചേരണ്ടെന്ന് പറഞ്ഞു അമ്മ. പൈസ ഒന്നും വിഷയമില്ലാന്ന്. പൈസ മാമൻ തരാലോ. സത്യത്തിൽ പിന്നെന്താ? കഴിഞ്ഞൊന്നുമില്ല. ഈ തല മുഴുവൻ അറിയല്ലേ. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പരിപാടികൾക്കും ചേരണം. എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം. ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, പങ്കെടുക്കുക. എന്നിട്ട് സ്റ്റേജിന്റെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്കൊരു ധൈര്യം വരും. ഈ ധൈര്യം നമുക്ക് എവിടെ പ്രയോജനപ്പെടുന്ന അറിയാമോ? പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും.
അപ്പൊ അതിന് എല്ലാത്തിനും ചേരണം കേട്ടാ. എല്ലാത്തിനും ചേർന്നോ? മാമിയെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ ഓട്ടം തുള്ളലിന് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അതെന്ത് ഓട്ടം തുള്ളൽ? ബെസ്റ്റ്. ഓട്ടം തുള്ളല് മാമി ഇതിനിങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഓടിയിട്ട് ചാടിയിട്ടൊക്കെ തുള്ളൂല്ലേ അതന്നെ. പോയിട്ടാണെന്ന് രാവിലെ അതൊന്നുമല്ല, ഉത്സവത്തിന് ഉണ്ടാവൂലേ, ദേ അടുത്ത ഉത്സവത്തിന് ഇവിടെ കൊണ്ട് കാണിക്കണം. എനിക്ക് മാങ്ങ മാമി വാങ്ങിച്ച മാങ്ങി കാണിച്ചതാ. ഇനി അടുത്ത ഉത്സവത്തിന് നിന്നെ കൊണ്ടുപോയി കാണിക്കാം. മാമി പ്ലീസ് കാണിച്ചു. അതെ മാമി കാണിച്ചു മാമി കാണിച്ചു. മാന്യമഹാജനങ്ങളെ, ഇന്ന് കൃത്യം 7 മണിക്ക് വീരഭദ്രൻ പിള്ളയുടെ മരുമകളും പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരിയുമായ ജമന്തി അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക, കാണുക, ആസ്വദിക്കുക. ഭീമൻ ഹനുമാനെ കാണുന്ന ഭാഗം കല്യാണ സൗഗന്ധികം കഥയില്. ആര്? കല്യാണ സൗന്ദര്യം. ദൈവമേ, ഇവളെ എങ്ങനെ പാട്ട് പഠിക്കണ? ചോദ്യം വേണ്ട കളിച്ച ഇല്ല. അപ്പൊ ഭീമനായിട്ടും ഹനുമാനായിട്ടും അഭിനയിക്കണം. ഭീമ ഭയങ്കര ദേഷ്യത്തിലാണേ. ആ ഏട്ടാ മര്യാദക്ക് പാടണം കേട്ടോ. പാടി തന്നാ ഞാൻ പാടും. 3, 4. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ, മർക്കടാ നീ അങ്ങ് മാറിക്കടാ ശടാ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ, നിനക്കിടാ തോന്നുവാൻ എന്തടാ സംഗതി, നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, ഒട്ടും വകതിരിവില്ല, ഒട്ടും വക തിരിവില്ല, ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത, ഒട്ടും വക തിരിവില്ലാത്ത വല്ലാത്ത, കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ, കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. അല്ലളിയോ, ഇതെന്താ ഇത്? വീടാണോ അതോ ഉത്സവപ്പറമ്പാന്നോ? ഓട്ടം തുള്ളലും കഥകളിയും അളിയാ, ഇങ്ങനെയൊക്കെയല്ലേ ജീവിതത്തിൽ, ഇത് രസല്ലേ? ഭയങ്കര രസമാ. എനിക്ക് യുവജലോത്സവത്തിൽ എല്ലാത്തിലും പങ്കെടുക്കാൻ പറഞ്ഞാ. എന്ത് ജലോത്സവം? യുവജലോത്സവം. യുവ യൂത്ത് ഫെസ്റ്റിവലിന് അവൾ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്. അതെയോ? ആ നന്നായി. എന്തൊക്കെ ഐറ്റോ ചെയ്യണേ? ഞാൻ ഓട്ടം തുള്ളലുണ്ട്, പിന്നെന്തുണ്ട്? പദ്യം. ആ പാട്ടുണ്ട്. പാട്ടുണ്ട്. പാട്ടാര് പഠിപ്പിച്ചു? പാട്ട് ധരിക്കണ മുതല് ഏത് പാട്ട്? പഠിപ്പിച്ചിട്ടില്ല, ഏതെങ്കിലും പഠിപ്പിക്കും. ഒരു പാട്ടൊക്കെ പാട്ടാ നീ പഠിപ്പിക്കണമെന്ന് അറിയണമല്ലോ. ആ അതെ, കുട്ടികൾക്ക് പറ്റുന്ന പാട്ട് മതി കേട്ടാ. ആ ഭയങ്കര പാടുള്ള ഒന്നും വേണ്ട. അല്ല, ആദ്യം ടീച്ചർ പാടുമെന്ന് അറിയട്ടെ. പാടും. എന്താ അവള് പഠിപ്പിക്കണമെന്ന് അറിയണമല്ലോ. പണ്ട് ഇവളൊന്ന് പാടിയതിന്റെ ഒരു ക്ഷീണം ഇപ്പോഴും മാറി. കണ്ണടക്കി. 1, 2, 3 സ്റ്റാർട്ട്. തുമ്പപ്പൂ കണ്ണെഴുതും പൊൻതിരുവോണം, തുളസിപ്പൂ കണ്ണെഴുതും. കണ്ടോ? ചിരിക്കോ? വേണ്ട. ഞാൻ ആ പാട്ട് പഠിപ്പിക്കും. അപ്പൊ പാട്ട് തുള്ളലും ഉണ്ട്. അല്ല, അതൊന്ന് വൃത്തിയായിട്ട് പാട്ട്. അല്ല അത് അവള് അതെനിക്കറിയാം. അവള് ഓണപ്പാട്ട് മത്സരമല്ല അത് ലളിതഗാന. എന്റെ അളി അവക്ക് അറിയാവുന്ന ആ പാട് ഒരേ ഒരു പാട്ട്, അത് മാത്രം. അത് അവള് പഠിപ്പിച്ചോളൂ. അപ്പൊ എന്തായാലും പാട്ടായി തുള്ളലായി. അങ്ങനെയാണെങ്കിൽ ഡാഡിയുടെ വക മിമിക്രിയും കൂടെ പഠിപ്പിച്ചു. അത് വേണോ? എന്തേ? ഞാനെന്താ ഒരു കുഴപ്പം? മിമിക്രിയൊക്കെ വേണോ? ആ അളിയ നിനക്കറിയാലോ, ക്ലാസ്സിൽ പഠിക്കുമ്പോ മറ്റേ മിമിക്രി കാണിച്ചത്. സ്കൂളിൽ പഠിച്ച സമയത്ത് എന്റെ മിമിക്രിക്ക് എന്തോരം കയ്യടിയായിരുന്നു അറിയാമോ? എനിക്കറിയാലോ. ഇവനെ മിമിക്രി കളിച്ചോണ്ടിരിക്കാണ്. അതില് ആളുകളൊക്കെ പാടാൻ തുടങ്ങി പൊരിഞ്ഞ കൂവലോട് കൂടിയിട്ട് ഇവൻ സ്റ്റേജിൽ നിന്നിട്ട് ആ കൂവി ആളുകളെ കംപ്ലീറ്റ് തെറി പറഞ്ഞില്ലേ? ജമന്തി അതെപ്പോഴാ? അത് ഞാൻ 7 പഠിക്കുമ്പോ. അതിനുശേഷമല്ലേ ഞാൻ ഈ രംഗത്ത് ഭയങ്കര കിടലായി. പോടാ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു കുറുപ്പ് മാഷിന്റെ അടുത്ത് അടി കിട്ടിയില്ലടാ. പിന്നെ ഡാഡി കേൾപ്പിച്ചരാം മക്കളെ. മാന്യ സദസ്സിന് എന്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. ആദ്യമായി 2 വ്യത്യസ്ത ഇനം പട്ടികൾ കടികൂടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നന്നായി. കൊള്ളാം. ഇതൊക്കെ പഴയതാണ്, വേറെ എന്തെങ്കിലും ലഭ്യത കാണിക്കും. ഇനി അടുത്തതായിട്ട്
ഒരു കുതിരയും മോട്ടോർ ബൈക്കും തമ്മിൽ മത്സരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അളിയാ ഇത് നീ 10ാം ക്ലാസ് കാണിച്ചത്. അളിയാ ഇത് 10ാം ക്ലാസ് കാണിച്ചാൽ ഇതൊക്കെ എപ്പോഴും നല്ല റേഞ്ച് ഉള്ള ഒരു സംഭവമാണ്. അതൊക്കെ കുട്ടികൾ കാണുന്ന സമ്മാനം കിട്ടും. അതൊന്നും പിള്ളേരൊന്നും കാണിക്കുന്നു. അതെ, മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്താടാ അളിയാ മര്യാദക്കിരിക്കണേ. അത് അവസാനം കുതിര ജയിച്ചപ്പോ കുതിര വിളിക്കുന്നതാ. അത് വേണ്ട, അത് കൊള്ളൂല. അതിന് മുമ്പ് അതൊന്നും കൊച്ചിന് കാണിക്കില്ല. അത് കുഴപ്പമില്ലായിരുന്നു. അതൊന്നും കൊച്ചിന് വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടാ? കൊച്ചിന് വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കണേ. ഇനി അടുത്തത് ഇനി ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന കാക്ക താഴെ നിൽക്കുന്ന കോഴിയെ ചീത്ത വിളിക്കുന്നു. അത് നല്ലതായിരിക്കും, പിള്ളേർക്ക് പറ്റിയ. ഒരു കലാകാരന് ഒരു ഐറ്റം ചെയ്യുമ്പോഴേ അവനെ നിരുത്സാഹപ്പെടുത്തരുത്. നീ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എടേ അത് കലാകാരൻ, നിനക്കത് ബാധകല്ലോ. ഓ എടാ, ഞാൻ കലാകാരനല്ലയോ എന്നൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ ചോദിച്ചാൽ അറിയാം, നമ്മളെ കൂടെ പഠിച്ചവരടുത്ത്. അസൂയാണ്. എന്തസൂയാണ് എനിക്ക്? നീ കുറെ നാള് നാടകം മോണാക്ട് എന്ന് പറഞ്ഞ് നടന്നല്ലോ. എടാ ഇതൊക്കെ ചെയ്യണമെങ്കിലേ ഒരു ഗട്സ് വേണോടാ, ഗട്സ്. ഇതിന് ഗഡ്സ് നല്ലതാ പറയാ, ഇതിന് നല്ല തൊലിക്കട്ടി എന്നാ പറയാ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി. തൊലിക്കട്ടി മാത്രം പോരാ, മനക്കെട്ടി വേണം ഇതൊക്കെ ആളുകളെ മുമ്പ് ചെയ്യാനായിട്ട്. അയ്യോ ഈ ഒരു കാര്യം, ഈ സാധനം ഒന്ന് കൊച്ചിനെ പഠിപ്പിക്കണ്ട കേട്ടാ. അതെ, കൊച്ചിനെ എന്ത് പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ മിമിക്കറി ഇതൊന്നും കൊച്ചിനെ പഠിപ്പിക്കണ്ട. വെറുതെ തമാശ അവൻ തമാശ കാര്യമായിട്ട് പറഞ്ഞ ഇതൊന്നും കളിച്ചാൽ കൊച്ചിന് സമ്മാനം കിട്ടൂല. എന്നാ ഇത് മാത്രം പഠിച്ചു കൊച്ചിന് സമ്മാനം ഞാൻ മേടിച്ചു കൊടുക്കാം. നന്ദപ്പ ഇത് പഴയ സാധനമാണ്, എല്ലാരും കാണിക്കുന്നല്ലേ. അളിയാ കൂടുതൽ ഇങ്ങോട്ട് വിടരുത്. ഞാനേ മിമിക്രിയുടെ ഉസ്താദാ കേട്ടോ. നീ എന്നെ അത് മോളെ, നീ മിമിക്രി മാത്രം പഠിച്ചു അതിൽ പപ്പ സമ്മാനം മേടിച്ചു. ഈ മിമിക്രി എന്താ ഓട്ടത്തുള്ളതിലും വേണ്ട, ഒരു കുന്തവും വേണ്ട. എനിക്ക് ഓട്ടം തരാൻ പോണം. ഓട്ടം തുള്ളലും വേണ്ട, ഒരു മണ്ണാങ്കട്ട വേണ്ട. നീ മിമിക്രി ഈ കൊച്ചിനെ ഞാൻ മിമിക്രി പഠിപ്പിച്ച് സമ്മാനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് ക്ലീറ്റോ നല്ലളിയാ കേട്ടാ. ബെറ്റ് വെക്കാണ്, ക്ലീറ്റോ വെല്ലു വിളിക്കാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നീ കൊച്ചിനെ നിന്റെ മിമിക്രി കാണിച്ചു കൊടുത്തിട്ട് കൊച്ചു സമ്മാനം വായിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മീശ ഈ ഭാഗം പഠിച്ചങ്ങ് കളയും. ആണല്ലോ ആണല്ലോ, വാക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കത്തി ഞാൻ നാളെ തന്നെ വാങ്ങിച്ചു വെക്കണ. കാണാം, നീ കുറച്ചുകൂടെ വളർത്തിക്കോ, എടുത്തു വെച്ചോ. മീശ കാണാൻ പറ്റില്ല. കത്തി വാങ്ങിച്ചോണ്ട് ഈ മിമിക്രി സമ്മാനം കിട്ടുകയാണെങ്കിൽ നീ കത്തിയോട് ഞാൻ മേടിച്ചു കൊടുക്കണം എന്റെ കൊച്ചിന് സമ്മാനം. പാടി വെക്കളെ, പ്രാക്ടീസ് വാങ്ങിച്ചു കൊടുക്കാം. എന്താണ് അവന്റെ ഒരു മിമിക്രി? ഈ വക മിമിക്രി ആയിട്ട് കഴിയത്തില്ലെങ്കിലോ ഞാനല്ലോ അവൻ കാണിച്ചല്ലേ. പെട്ടാ നിക്കട്ടെ, ഇറങ്ങിയ എന്നാ ശരി. അല്ല നമുക്കൊന്നും ഇരിക്കണ്ടേ, കുറെ നാളായല്ല. അമ്മാവനൊന്നും വിളിക്കണ്ടേ? എടോ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എടാ കനക ഇടക്കൊക്കെ നല്ലതാണത്. ഈ കരളൊന്ന് ക്ലിയർ ആയി കിട്ടും ഇല്ലേ? ശമ്പളം കിട്ടാൻ നോക്കാം. അത് പട്ടിവരല്ല, അത് ക്ലീറ്റസാ. ക്ലീറ്റസ് എന്താ പേപ്പട്ടി അടിച്ചാ? അല്ലടാ, ഞാൻ മറ്റേ പറഞ്ഞില്ലേ, ആ പെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, മോളെ സമ്മാനം വാങ്ങിപ്പിച്ചേ അടങ്ങുമെന്നും വിചാരിച്ചിട്ട് മിമിക്രി പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് മിമിക്രി. എന്താ കുഴപ്പം നിനക്ക്? നീയായിരുന്നു അവിടെ കിടന്ന് ഓളിയിട്ടത് ആണെങ്കിൽ ഞാൻ കരുതിയേ കന്നിമാസമല്ല വല്ല പെമ്പട്ടിക കിടന്ന് അമരണേന്നോർത്ത്. എനിക്കെന്റെ ആ ജാതി ഒരെണ്ണമാണല്ലോ നിന്റെ കൂടെ നിൽക്കുന്നത്. എന്തെടുക്കാണ് നീ ഇത്? എടാ എന്റെ മോളെ എന്റെ മനോവീര്യം കെടുത്താനാണോ നീയൊക്കെ ഇറങ്ങിയിരിക്കണേ? ഈ ആദ്യ ഓളിയാണ് നീ മോളെ പഠിപ്പിച്ചു വിടണമെങ്കിലേ ഒരുപാട് സമ്മാനം കിട്ടും നിനക്ക്. അയ്യോ, സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ച് ചേട്ടാ 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാണാം സമ്മാനം കിട്ടുമല്ലോ. കാണാടാ കാണാ. പഠിച്ചോ? ഓ പഠിച്ചോളാമേ. അല്ല, നന്നായിട്ടൊക്കെ പഠിപ്പിക്കണം. നന്നായിട്ടൊക്കെ പഠിപ്പിക്കണമെന്ന്. കാലാബോധമല്ലാതെ കഴുതാണ്. നന്നായിട്ട് പഠിപ്പിക്കണ, കാരണം എനിക്ക് മീശ പഠിക്കാനുള്ള. കത്തി റെഡിയാക്കി വെച്ചോ നീ. പിന്നെന്താ എടാ ഒരുവിധ സ്റ്റാൻഡേർഡ് ഉള്ള പട്ടിയുടെ പഠിപ്പിക്കും. ഇത് ഒരു തെണ്ടി പട്ടിയുടെ സൗണ്ടാണ്. അല്ല, ആദ്യം നിന്നെ പോലത്തെ തെണ്ടി പട്ടിയുടെ ശബ്ദം പഠിപ്പിച്ചിട്ട് അവനെ പോലത്തെ കുറച്ചുകൂടെ മാന്യമായ ഒരു പട്ടിയെ ഞാൻ പഠിപ്പിക്കും.
ശരി നീ അല്ലേ ചുമ്മാരി നീ പോകോ. ഓക്കെ ചാട്. എന്തോ ക്ലീറ്റസ് നീ കൂടുതൽ ആലോചിക്കുന്നത്? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ തക്കിളിമോള് പഠിക്കുന്ന സ്കൂളിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? എന്ത് കാര്യം? എന്ത്? ഒന്നുമില്ല, കൊച്ചിനൊരു സമ്മാനം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്ത് സമ്മാനം? എന്ത് സമ്മാനം? അവളെ സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മിമിക്രിക്ക് ഞാൻ സമ്മാനം മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. എന്ത് ബെറ്റ്? ബെറ്റ് ഞാൻ എൻ്റെ അളിയനുമായിട്ട് ബെറ്റ് വെച്ചേക്കുക. എത്ര രൂപയ്ക്ക് ബെറ്റ് വെച്ച്? പൈസക്കൊന്നും അല്ലടേ. എൻ്റെ കൊച്ചിന് 1ാം സമ്മാനം കിട്ടുവാണെങ്കിൽ എൻ്റെ അളിയെ മീശ എടുക്കാന്ന് പറയുന്നുണ്ട്. അവൻ മീശ അല്ലാതെ എനിക്കൊന്ന് കാണണം. ഒരു കനക മീശ എടുക്കാന്ന് പറഞ്ഞാ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ സ്വാധീനിക്കേണ്ട കാര്യമല്ല, ജില്ലാ തലത്തിലൊക്കെ പോകുമ്പോൾ പോരെ നമുക്ക് സ്വാധീനിക്കാം. പോരാ, എനിക്ക് എൻ്റെ കൊച്ചിന് സ്കൂൾ തലത്തിൽ സമ്മാനം കിട്ടണം. ജില്ലയിൽ അവർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലാലും കുഴപ്പമില്ല. ഇത് എൻ്റെ അളിയൻ്റെ അടുത്തുള്ള ബെറ്റാണ് എനിക്ക്. ഇപ്പം എൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ആരെങ്കിലും നമുക്കൊന്ന് സ്വാധീനിക്കണം. പരിചയമുള്ള പാർട്ടിയൊക്കെ ഉണ്ടളിയാ. നമ്മുടെ PTA പ്രസിഡന്റ് ഇല്ല ആ സ്കൂളിലെ, ഇവന്റെ ആളിയൻ എൻ്റെ കൂട്ടുകാരനാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അങ്ങനെയാണെങ്കിലേ അവനോട് പറഞ്ഞാൽ നമുക്ക് ജഡ്ജസ് ആരാന്ന് അറിയാൻ പറ്റും. ഈ ജഡ്ജസിന് എൻ്റെ മോളാണെന്ന് പറയുമ്പോൾ അവർ ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തോളൂ. നമുക്ക് അവരെ ഒന്ന് കാണാമെങ്കിൽ. അതൊക്കെ ഓക്കെ, പക്ഷെ അളിയ കുറച്ച് പൈസ ചിലവുണ്ട്. എന്തോന്ന് പൈസയുടെ? നമ്മൾ രാഷ്ട്രീയക്കാരല്ലേ, നമ്മളെന്തെങ്കിലും വേറെ രാഷ്ട്രീയ സഹായം അവർക്ക് ചെയ്തു കൊടുക്കാം. എന്ത് രാഷ്ട്രീയ പ്രതിഭാരം ആളെയും ചെയ്തു കൊടുക്കുന്നത്? ഒരു കാര്യം ചെയ്ത് നീ എന്താ നമ്പർ എടുത്തൊന്ന് വിളിച്ചേ. എന്നാലും അതൊന്ന് തുറന്നു നോക്കരുത്. വേണ്ട വീശിക്കോ. പത്രമാകുന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഇറങ്ങിയോ? ഇന്നെന്താ യൂണിഫോം വേണ്ടേ? രാത്രി തുടങ്ങിയത് അത് ഇടാൻ വേണ്ടിട്ടുള്ള ബഹളം. ഉറങ്ങിട്ടില്ല ഇന്നലെ. അതെ, ഈ കയ്യില് മറ്റേ ഇതൊക്കെ ഉള്ളതായിരുന്നു നല്ല കിട്ടാ. അത് ഔട്ട് ഓഫ് ഫാഷൻ ആണ്. പഫൊക്കെ വേണം, അതല്ലേ ചന്തം? ഇതാണോ നല്ലത്? ഇതാ ഇഷ്ടം. എന്തിനാട്ടെ ഗംഭീരായിട്ട് അവതരിപ്പിക്കണം. സൂപ്പർ ആയിട്ട് ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ്. അയ്യോ, ഇവള് തെറ്റിക്കോ. ഒന്നുമില്ല. ഫസ്റ്റ് ഓക്കെ. അതെ, എവിടെ മറ്റേ വെല്ലുവിളി വീരൻ? ഓ, പാർട്ടിയുടെ എന്ത് ജാഥ ഉണ്ടെന്നോ സമ്മേളനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അത്യാവശ്യമാന്ന് പറഞ്ഞു, അതുകൊണ്ട് വരുന്നില്ല. നന്നായി. അതുകൊണ്ട് കൊച്ചിന് സമാധാനത്തോടെ പരിപാടി അവതരിപ്പിക്കാം. നിങ്ങക്ക് ആർക്കെങ്കിലും വരായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് ആശുപത്രി പോണ്ടേ? പിന്നെ ഫോട്ടോ എടുക്കണേ. ഫോട്ടോ അല്ല, വീഡിയോ എടുത്തോ, അപ്പൊ കാണാലോ. എന്റെ ഇവിടുന്ന് ഫോണ്. നിന്റെ ഫോണില്ലല്ലേ? നീ നിന്റെ ഭാര്യക്ക് മാത്രമല്ലേ ഉള്ളൂ ക്യാമറ ഫോണൊക്കെ മേടിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഒരു കാര്യം, വന്നിട്ട് വിവരം പറഞ്ഞാൽ മതി. എല്ലാവിധ അനുഗ്രഹങ്ങളും. അനുഗ്രഹിച്ചു പണ്ടേ. ഓക്കെ സൂപ്പർ ആവണം. അതെ, നിർത്തില്ല. ബാക്കിയൊന്നും വേണ്ട, ഇന്ന് എനിക്ക് സന്തോഷം. വെച്ച കനക, കനക എന്റെ പുന്നാര അളിയോ? ഉണ്ടാ, ഇങ്ങ് വാ. ആഹാ, മക്കളെ ഇവിടെ ഉണ്ടായിരുന്ന. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന അളിയോ? എന്തോന്നാ നീ എന്തോടെ പറഞ്ഞ? എന്റെ മോക്ക് മിമിക്രിയിൽ സമ്മാനം കിട്ടില്ല എന്നല്ലേ? കണ്ടാ അവള് സമ്മാനം മേടിച്ചത്? അവളെ എന്റെ മോളാ. നീ ചുമ്മാക്ക്, എനിക്ക് ഇവനോട് ഇച്ചിരി പറയാനുണ്ട്. ഇവൻ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് അറിയാമോ? നിന്റെ ഈ ലോക്കൽ മിമിക്രി എന്ന് കാണിച്ചാ സമ്മാനം കിട്ടത്തില്ല എന്ന്. കണ്ടാ, ഇത് മതി. ഞാനേ ചുമ്മാ ഇല്ല തങ്കം. അവൻ പറയട്ടെ, അവന് പറയാനല്ലേ. ഞാനൊരാളോട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്നെ തടസ്സപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇവന്റെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ മരപ്പെട്ടി, അവനെയും കൂടെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങള് പഠിപ്പിച്ചോണ്ട് എന്നെ തടസ്സപ്പെടുത്തലും. അളെ അതിന് എന്ത് കാണിച്ചാലും എന്റെ മോളാ, അവളെ രക്തത്തിലെ കല ഉണ്ട്.
ഞാനേ മീറ്റിംഗിൽ ഇരുന്നപ്പോ ഉണ്ടല്ലോ ഫോൺ വന്നപ്പോ എനിക്കുണ്ടായ സന്തോഷം ഉണ്ടല്ലോ ഇനി വാ ചക്കരെ ഡാഡിയുടെ മാനം കാത്ത് നീ ചുമ്മാ കടി ഏയ് അവൻ പറയട്ടെ തങ്ക, നീ എന്തിനാണ് വെറുതെ അതിന്റെ ആ അങ്ങനെയാണ് ഇവൻ പറഞ്ഞു തന്നെ പിന്നെ 10-15 കൊല്ലം മിമിക്രി അരച്ച് കലക്കി കുടിച്ചവനാ ഞാൻ. കുറെ സ്റ്റേജുകളിൽ പെർഫോം ചെയ്ത് നിനക്ക് അറിയാലോ. പിന്നെന്താ പിന്നെ നീ തീരെ ഒന്നും അറിഞ്ഞൂടാത്തോളം അങ്ങനെയാണ് കൊച്ചാക്കണ്ട കേട്ടാ. അപ്പൊ ഇനി എന്താണ് ബാക്കി പരിപാടി? മീശ ഞാനായിട്ട് എടുത്തു തരണോ? അല്ല വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ എപ്പോഴും തയ്യാറാണ്, നമുക്ക് ഇവിടെ ചെയ്യാം. അവനൊരു കാര്യം പറഞ്ഞാണ്, എനിക്കത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. കത്തി ഞാൻ വാങ്ങിച്ച അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ചെയ്തു തരണോ? നീ ഒരു കാര്യം ചെയ്യാം, സാധനം എടുത്തിട്ട് വാ, നിങ്ങൾക്ക് തങ്കത്തിനോട് എടുത്തു തരാം. എടുത്തോണ്ടി കത്തി. എന്തേ തമാശ? ബെറ്റ് വെച്ചാ ബെറ്റ് തന്നെയാണ്. മീശ പകുതി എടുക്കും പറഞ്ഞാൽ എടുക്കണം. നോക്ക് ഞാൻ പഠിക്കണോ നീ പഠിക്കോ? ഞാൻ പഠിച്ചു തരാം, നിന്നെ കൊണ്ട് ഞാൻ പണി ചെയ്യിക്കണ്ട. അതാ നല്ലത്. എന്റെ ഫോൺ എടുത്തോണ്ടി അത് എന്താടി നിനക്ക് അതിന് ക്ലീറ്റ് ഇത് എന്തറിഞ്ഞിട്ടേ കിടന്ന് തുള്ളണേ? എന്താ അറിയാനുള്ളതല്ല ഞാൻ അറിഞ്ഞു. നീ വിളിച്ച് പറഞ്ഞല്ലോ, അത് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നേക്കണം. അതിന് അവൾക്ക് സമ്മാനം കിട്ടിയത് ക്ലീറ്റ് പഠിപ്പിച്ച മിമിക്രിക്കൊന്നും അല്ല. പിന്നെ നീ എന്തോന്നാടി എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞേ? അതിനി പാർട്ടി സമ്മേളനത്തിൽ ഇരിക്കുമ്പോ മനസ്സ് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. പിന്നെ അവൾക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞതോ? ആര് പഠിപ്പിച്ചു? മാമൻ പഠിപ്പിച്ച മോണോക്ട്. എപ്പോ മോണോക്ട് പഠിപ്പിച്ചു നിന്നെ? വിശ്വാസമായിട്ടില്ലേ? എനിക്ക് വിശ്വാസക്കുറവുണ്ട്. പിന്നെ ക്ലീറ്റോ ചേട്ടൻ ഇതൊന്ന് നോക്ക്. എന്ത്? രണ്ടുപേരുടെയും മോണാക്ട്. എങ്ങനെയുണ്ട്? അതെ, താങ്ക്സ് അളിയാ. എന്തിനത്? കൈയോടെ. അതെ, എന്തായാലും എന്റെ മോക്ക് സമ്മാനം മേടിച്ചു കൊടുത്തതിന് താങ്ക്സ്. നീ പറഞ്ഞല്ലോ. അതെ, സ്കൂളിൽ പഠിക്കുമ്പോൾ യവൻ കാണിച്ചിട്ടുള്ള മോണാക്റ്റും നാടകമൊക്കെ ഉണ്ടല്ലോ, എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ എനിക്ക് ഒന്നുകൂടെ കാണണമെന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ സ്നേഹത്തോട് നിന്നോട് പറഞ്ഞാൽ നീ അതൊന്നും കാണിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞാൻ നിന്നെ ഒന്ന് വെല്ലുവിളിച്ചത്. ഇപ്പൊ എന്തേ നീ മോണാക്ട് അവളെ പഠിപ്പിച്ചില്ലേ? അവൾക്ക് സമ്മാനം കിട്ടിയില്ലേ? നിന്റെ മോണാക്ട് പിന്നെ എനിക്ക് കാണാനും പറ്റിയില്ലേ? എന്നാലും ഇവരിക്കൊക്കെ പിടിക്കും. താങ്ക് യു. ഇപ്പോഴേ ജയിച്ചതാരാ മക്കളെ? Versus Alien.